നമ്പൂരി സാർ അവിടെ ലൊക്കേഷൻ ചെല്ലുമ്പം നടനായിട്ടാണ് ചെല്ലുന്നതെങ്കിലും അധ്യാപകനാണല്ലോ. നമുക്കൊക്കെ ഇപ്പോഴും എന്തൊക്കെ വന്നാലും നമ്മളെ പഠിപ്പിച്ച ഒരു അധ്യാപകനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇരുന്നെടുത്ത് എണീറ്റ് പോവുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അധ്യാപകർ പലപ്പോഴും ഇരുന്നോളം പറഞ്ഞാലും ഉണ്ട്. അപ്പോൾ ഈ അധ്യാപകനെ ഡയറക്റ്റ് ചെയ്യുമ്പം ഇപ്പം ഒരു നടനെന്നുള്ള നിലയിൽ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലായിരുന്ന നമ്പൂരി സാറിന് എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരുമ്പം വിദ്യാർത്ഥിയുടെ വിനയം ഉപയോഗിക്കുമായിരുന്നോ അതോ എഴുത്തുകാരന്റെ ഒരു പവർ തന്നെയാണോ പറഞ്ഞു തന്നോണ്ടിരുന്നത്? അല്ലല്ല, ഡെന്നിസ് ആ സീനിലേക്ക് വരാറില്ല. ഞാൻ അഭിനയിക്കുന്ന സീനില് എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ശരിയാണ്. പക്ഷെ നേരെ ഫ്രണ്ടിലെങ്ങും വരില്ല, ക്യാമറയുടെ ബാക്കിലും കാണുകയല്ല. ജോഷി സാറിന്റെ സിനിമയിലാണല്ലോ ആദ്യമായിട്ട് ഞാൻ കമേഴ്ഷ്യൽ സിനിമയിൽ വരുന്നത്, നരക്കൂട്ട്. അതിന്റെ സ്ക്രിപ്റ്റ് ആണല്ലോ ഡെന്നിസ്. ഗുരുദക്ഷിണ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഡെന്നിസ് പറഞ്ഞതായിട്ടറിയാം, ഇത് ഞാൻ എൻ്റെ സാറ് നമ്പൂരി സാറിന് കൊടുക്കുന്ന ഗുരുദക്ഷിണയാണ്. ആ കാസ്റ്റിങ് ഒരിക്കലും ആ സീനിൽ ഡെന്നിസിനെ നമ്മളിങ്ങനെ ഒരു കട്ട് പറഞ്ഞു കേട്ട് ഇങ്ങനെ പരത്തി നോക്കിക്കഴിഞ്ഞാൽ ഡെന്നിസിനെ അവിടെ എവിടെയും കാണുകയില്ല. ഞാൻ ഓർക്കുന്നത് എന്താ ഈ മനുഷ്യൻ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് എന്നോട് രഹസ്യമായിട്ടെങ്കിലും ഒന്ന് പറയരുതേ, കാണുകയല്ലോ അവിടെ. പക്ഷേ അന്ന് രാത്രിയിലോ മറ്റോ നമ്മൾ മുറിയിലേക്ക് ചിലപ്പം വിളിച്ചു പറയും, സാറേ ഇന്ന കാര്യം കുഴപ്പമില്ല, പക്ഷേ അത് ഇനിയിപ്പോൾ നാളെ എടുക്കാൻ പോകുന്ന വേറൊരു സീനായി ഇന്നതായിരിക്കും സംഭവം, കുറച്ചുകൂടി ശ്രദ്ധിച്ചേക്കണം കേട്ടോ എന്ന് പറയും. അങ്ങനെ രണ്ടാമത്തെ ദിവസം ആ ശ്രദ്ധ മോശമായിപ്പോയി എൻ്റെ. അത് കഴിഞ്ഞിട്ട് അപ്പം ആ സീൻ എടുക്കണ്ട തീരുമാനിച്ചു ജോഷി സാറ്. ശ്രദ്ധ മോശമായിപ്പോയോ? ശ്രദ്ധ മോശമായെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറയുന്ന പോലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഡെന്നിസ് പറയുന്ന പോലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പം അന്ന് ആ സീൻ എടുക്കാനെല്ലാം തീരുമാനിച്ചു ജോഷി സാർ. വേറെ സീനുണ്ട്, ആർട്ടിസ്റ്റെല്ലാം ഉണ്ടായിരുന്നു. രാത്രി എന്നെ വിളിച്ചു, സാറേ ഉറങ്ങിയോ? ഇല്ല ഉറങ്ങിയില്ല, എന്നല്ലേ ഒരു 2 അടിച്ചിട്ട് കിടന്ന് ഉറങ്ങുക, നാളെ പറയാമെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ടെൻഷൻ വേണ്ട, റിലാക്സ് ചെയ്യൂ, റിലാക്സ് ചെയ്യൂ, അതാണ്.